വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ ചിന്തിച്ച 2 ഭാഗം, 1 മുതൽ 3 വരെ, 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഇതിൽ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞ 3 പോയിന്റുകൾ. 4 മുതലുള്ള അധ്യായങ്ങൾ 22 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുമ്പോൾ 3 ഭാഗമായി തിരിക്കുന്നു. യെരുശലേമിനെതിരായുള്ള, റോമിനെതിരായുള്ള ഭാവി കാലത്തെക്കുറിച്ചും അതിനപ്പുറമുള്ള അല്ലെങ്കിൽ ന്യായവിധി നിത്യതയെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന ദർശനം. ഈ 3 ഭാഗമാണ് ഞാൻ ഉറപ്പിച്ചത്. ഇനി അതിൻ്റെ 1-ാമത്തെ ഭാഗം, അതായത് യെരുശലേമിന് എതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനം എന്ന 1-ാമത്തെ പോയിന്റിന് ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വരെയുള്ള ഭാഗമാണ് യെരുശലേമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ദർശനം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെ നമുക്ക് 3ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഒരു ഡീപ്പസ്റ്റ് സ്റ്റഡി ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചിന്തിക്കേണ്ടി വരും. എങ്കിൽ ഞാൻ ജസ്റ്റ് പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പഠിതാക്കളായിരിക്കുന്നവർ പോയിന്റുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നോട്ട് ചെയ്താൽ വളരെ പ്രയോജനകരമായിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ യെരുശലേമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനം, അതൊരു പോയിന്റാണ്, ഹെഡിങ് ആണ്. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 4-ന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വരെ അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് സിംഹാസനം, ദൈവത്തിന്റെ സ്വന്തം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയും, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരെയും, വെളിപ്പാട് 4-ന്റെ 1 മുതൽ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരെയും സിംഹാസനത്തെ കുറിച്ച് ഉറപ്പിക്കുക. അതിൻ്റെ ഇടയിൽ 2 പോയിന്റ് വരുന്നുണ്ട്. ഒന്ന് ദൈവസിംഹാസനം. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് പോയിന്റ് പറഞ്ഞു വിടുന്നു. ദൈവസിംഹാസനത്തെ കുറിച്ച് 4-ന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവസിംഹാസനത്തെ കുറിച്ച് ഓർപ്പിക്കുന്നു. 2-ാമത്തെ പോയിന്റ് ചുരുൾ തുറക്കാൻ യോഗ്യനായിരിക്കുന്ന ദൈവകുഞ്ഞാടിനെ കുറിച്ച് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ പഠിപ്പിക്കുന്നു. ചുരുൾ തുറക്കുന്ന അതിന് യോഗ്യനായ കുഞ്ഞാടിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഭാഗമാണ് സിംഹാസനം എന്നതായ പോയിന്റിൽ ഹെഡിങ്ങിൽ താഴെ 2 സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. 1 ദൈവസിംഹാസനം എന്നും 2 ചുരു തുറക്കാൻ യോഗ്യനായ കുഞ്ഞാട്. ഇനി 1-ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ സിംഹാസനമാണ്. ഇനി 2-ാമത്തെ പോയിന്റ്, 2-ാമത്തെ ഹെഡിങ് 7 മുദ്രകൾ തുറക്കുന്ന ഭാഗമാണ് അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. യെരുശലേമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനം മെയിൻ ഹെഡിങ് ആണ്. അതിന്റെ സബ് ഹെഡിങ് ആയി വരുന്നത് സിംഹാസനം. സിംഹാസനത്തിന്റെ സബ് ഹെഡിങ് ആയി വരുന്നത് ദൈവ സിംഹാസനം എന്നും ചുരു തുറക്കാൻ യോഗ്യനായ കുഞ്ഞാട്. ഈ അധ്യായങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ട് അതിൽപ്പെടുന്ന വാക്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോയിന്റുകൾ വരുന്നത്. ഇനി സിംഹാസനം എന്നത് ഫസ്റ്റ് പോയിന്റ് ആണെങ്കിൽ അതിന്റെ സെക്കൻഡ് ഹെഡിങ് 7 മുദ്രകൾ തുറക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8-ാം അധ്യായത്തിന്റെ 1 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ 7 മുദ്രകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. 7 മുദ്രകൾ. അത് ഓരോ മുദ്രകൾ തുറക്കുമ്പോൾ എന്നതിനെ കുറിച്ചാണ് നമ്മളോട് കാണുന്നത്. 1-ാം മുദ്ര തുറക്കുമ്പോൾ കാണുന്നത് വെള്ളക്കുതിരയാണ്. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യം. 2-ാം മുദ്ര തുറക്കുമ്പോൾ കാണുന്നത് ചുവന്ന കുതിരയെ കാണുകയാണ്. 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന വചനങ്ങൾ.